വയോധികയും അസുഖബാധിതയുമായ തങ്കമണിക്കും കുടുംബത്തിനും ആശ്വാസം. ജനം TV വാർത്തയ്ക്കു പിന്നാലെ ജപ്തി നടപടികൾക്ക് സാവകാശം നൽകി പെരുവയൽ സർവീസ് സഹകരണ ബാങ്ക്. എഴുത്തും വായനയും അറിയാത്ത തങ്കമണിയെയും ദിവ്യാംഗനായ മകനെയും കബളിപ്പിച്ച് ബന്ധു സഹകരണ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുക്കുകയായിരുന്നു. ജപ്തി നോട്ടീസ് വന്നതോടെയാണ് ലോൺ എടുത്ത വിവരം കുടുംബം അറിയുന്നത്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വസ്തുത തന്നെയാണ്. കാരണം വയോധികയാണ്, അസുഖബാധിതയാണ്. അത്തരത്തിലുള്ള ഒരു സ്ത്രീയെയാണ് ഇത്തരത്തിൽ ബന്ധു തന്നെ പറ്റിക്കുന്നത്. എന്തായാലും ജനം TV വാർത്ത ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ ജപ്തി നടപടികൾക്ക് സാവകാശം നൽകിയിട്ടുണ്ട് പെരുവയൽ സർവീസ് സഹകരണ ബാങ്ക്. തുടർന്നുള്ള നടപടികൾ എപ്രകാരമായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളൊരു വാർത്ത കൊടുക്കുമ്പോൾ അത് അവർക്ക് എത്രത്തോളം പ്രയോജനകരമാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയായിട്ടാണ് നമുക്കിത് പറയാൻ കഴിയുന്നത്. അത് ഏറ്റവും അധികം സന്തോഷം തന്നെയാണ് ഈ നിമിഷത്തിൽ നൽകുന്നത്. പ്രധാനമായും നമ്മൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസമാണ് നൽകിയത്. അതായത് പെരുവയൽ പഞ്ചായത്തിലെ തങ്കമണിയും കുടുംബവും അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് ജനം TVയിലൂടെ പുറത്തു വന്നത്. അതിൽ പ്രധാനമായും അസുഖബാധിതയായ തങ്കമണി, അവർക്ക് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, മകനും ശാരീരികമായ അസ്വാസ്ഥ്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തിലേക്കാണ് വീട് അവർ നിലനിൽക്കുന്നത്, അതായത് കിടപ്പാടം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. പ്രധാനമായും അവർ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്തരത്തിൽ തങ്ങളുടെ ബന്ധുവായ ഒരു വ്യക്തി അവരെ കബളിപ്പിച്ച് ഈ ബാങ്കിൽ നിന്നും 10 ലക്ഷം രൂപ ലോൺ എടുത്തൊരു കാര്യം പോലും ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. പിന്നീട് ഈ കുടിശ്ശിക വർദ്ധിച്ചു. പിന്നീട് അത് 25 ലക്ഷം രൂപയായി മാറുന്നു. ബാങ്ക് ജപ്തി നോട്ടീസ് വീട്ടിൽ കൊണ്ട് പതിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ലോൺ എടുത്തിട്ടുണ്ട് എന്നൊരു കാര്യം വ്യക്തമായിട്ടുള്ളത്. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവർ തുടർന്ന് മാവൂർ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ജപ്തി നോട്ടീസ് ബാങ്ക് പതിച്ചിരുന്നു. എന്നാൽ ജനം TV വാർത്തയിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ബാങ്ക് ആ കുടുംബത്തിന് നിലവിൽ സാവകാശം നൽകിയിരിക്കുകയാണ് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മാവൂർ പോലീസ് സ്റ്റേഷനിൽ ഈ ബന്ധുവിനെതിരെ ഇത്തരത്തിലൊരു കേസ് അവർ നൽകിയിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ നിലവിൽ സാവകാശം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ പേരിലാണ് ഇത്തരത്തിൽ ഈ കടം വന്നിട്ടുള്ളത്. ഇനി അത് വീട്ടേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നൊരു കാര്യം തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് അറിയാം, ഇത്തരത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കുടുംബം, അവർക്ക് വേറൊരു നിവൃത്തിയുമില്ല. അവരുടെ കാര്യത്തിനല്ല ലോൺ എടുത്തത്, അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നീടാണ് ഇത്തരത്തിൽ ബാങ്കിൽ നിന്നും അവരുടെ ആധാരം പണയം വെച്ച് ഇത്തരത്തിൽ ബാങ്കിൽ നിന്നും പണം എടുത്തിട്ടുണ്ട് എന്നൊരു വിവരം പോലും ഈ കുടുംബം അറിയുന്നത്. എന്തായാലും അവർക്ക് ഇപ്പോൾ ഒരു ആശ്വാസമായിരിക്കുകയാണ്. താൽക്കാലികമായെങ്കിൽ കൂടിയും കുറച്ചൊരു സാവകാശം ബാങ്ക് അനുവദിച്ച് നൽകിയിരിക്കുകയാണ് രോഹിണി. അതെ, ഇതൊരു താൽക്കാലിക പരിഹാരമാണ്. ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ ലോൺ കുടിശ്ശികയായി ഇരട്ടിച്ച് അതൊരു 25 ലക്ഷത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ ഇതൊന്നും തിരികെ അടയ്ക്കാനുള്ള സാമ്പത്തിക സുസ്ഥിരതയൊന്നുമില്ലാത്തൊരു കുടുംബമാണ്. വൃദ്ധയാണ്, മകൻ ദിവ്യാംഗനാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു ശാശ്വത പരിഹാരം വേണം. അതിന് എപ്രകാരമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക? കാരണം ഈ എടുക്കാത്ത തുകയ്ക്ക് പണം അടക്കിയില്ല എന്നുള്ള നിലപാട് തങ്കമണി തുടരുന്നുണ്ട്. ജനം TV വാർത്ത സമൂഹമാകെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാമോ? ഏതെങ്കിലും കാര്യക്ഷമമായ ഒരു ഇടപെടൽ തുടർന്നും ഉണ്ടാകും എന്ന് നമുക്ക് ആശ്വസിക്കാമോ? തീർച്ചയായും രോഹിണി, ബാങ്കിന് അവരുടേതായ, അതായത് അവരുടെ ആധാരം അല്ലെങ്കിൽ അവരുടെ ആധാരം വെച്ചിട്ടാണ് ഇത്തരത്തിൽ പണം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബാങ്ക് താൽക്കാലികമായ ഒരു സാവകാശം രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത് പലിശ, അതായത് ഈ പണം തുക അടച്ചു തീർക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ പോലും അറിയാതെയാണ് ഇത്തരത്തിലുള്ള ഒരു കടം, അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെട്ടാണ് അവർ ഈ ഒരു പലിശ അല്ലെങ്കിൽ ഈ തുക അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ പോലീസുമായി, അതായത് നിയമസഹായം തേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മാവൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും നിലനിൽക്കുന്നുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ചെറിയൊരു സാവകാശമാണ് ഇപ്പോൾ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായതെങ്കിലും അത് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. 10 ലക്ഷം രൂപയാണ് ഇവർക്ക് ഈ തുക എടുത്തിരുന്നത്. പക്ഷെ അത് പിന്നീട് 25 ലക്ഷം രൂപയായി കുടിശ്ശികയായി മാറുന്ന ഒരു
ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ പോലും ഈ കുടുംബം അറിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നിയമപരമായി ഇവർ ഇതിനെ നേരിടുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാവൂർ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ടവർ കേസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ആശ്വാസം എന്ന നിലയിൽ ജനം TV വാർത്ത ഫലം കണ്ടു എന്ന് തന്നെയാണ് നമുക്ക് പറയുവാനുള്ളത്. രോഹിണി. ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.